ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ സ്വന്തമാക്കുവാൻ ഈ വ്യക്തിക്ക് തിടുക്കമായിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒന്നിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നാകണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള മെൻറ്റാലിറ്റി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് ആദ്യമൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിക്കോട്ടെ, ഈ വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല, നമുക്കിപ്പോൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നിക്കും അല്ലേ? ഈ ഒരു കാര്യം എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് യാഥാർത്ഥ്യമായിട്ട് വരും, ഇതെനിക്ക് കിട്ടിക്കോളും, ഇതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കാര്യം എനിക്ക് വന്നോളും, എന്നിലേക്ക് വന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഒരു തരത്തിലുമുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണ് എന്താ പറയുക, നന്നായിട്ട് തന്നെ, അതായത് വളരെ നന്നായിട്ട് തന്നെ എന്താ പറയുക, ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നത് കൊണ്ടാകാം നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വളരെയധികം ഷാർപ്പായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഈ വ്യക്തിക്ക്. കുറേ കാര്യങ്ങളിൽ ഇനിയും ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള കൺസേൺ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഒരു കാര്യത്തെ പറ്റി നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകില്ല അല്ലേ? പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ആദ്യമൊന്നും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഫൈൻഡിങ് ആണ്, നിങ്ങളിപ്പോൾ ബ്ലൂ ബട്ടർഫ്ലൈ, അതായത് നീല കളറിലെ തുമ്പികൾ, അതുപോലെ ബ്രൗൺ കളറിലെ തുമ്പികളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ബ്രൗൺ ആൻഡ് ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അകൽച്ചയിലായിരിക്കാം കഴിയുന്നത്. സോ ചിലപ്പോൾ നിങ്ങൾ ഒരേ ജില്ലയിൽ ഒരേ ഗ്രാമത്തിലായിരിക്കാം താമസിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സന്റെ കൺമുന്നിൽ വരാതെ, പിടികൊടുക്കാതെ മാറി നടക്കുന്നുണ്ടാകാം. ഇനിയിപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും
നിങ്ങൾ പിടികൊടുക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഫോണിലൂടെയാണ് അല്ലേ? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫോണിലൂടെ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും, ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ആദ്യം ബ്ലോക്ക് ചെയ്തത് കാരണം നിങ്ങൾ പിന്നെ തിരിച്ചങ്ങോട്ട് ബ്ലോക്ക് ചെയ്തതായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടോ നിങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തേടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈ, ബ്രൗൺ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിസ് ചെയ്യുന്നു വെച്ചാൽ നന്നായിട്ട് നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒറ്റപ്പെടൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റപ്പെടലിന്റെ വേദന, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഈ പേഴ്സൺ ഒറ്റക്കാണ്. അത് എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, കപ്പിൾസ് ആയിട്ട് ഇരിക്കേണ്ട സ്ഥലത്തായിക്കോട്ടെ, എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദന ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു തരത്തിലും ഈ പേഴ്സണ് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് അനുഭവിക്കുക, ഒറ്റയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്സെപ്റ്റബിൾ അല്ലാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത്രയും ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ ദ ബൗണ്ടറീസ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് മുതലാക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, നിങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്തുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് മൂന്നാമതൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്ന് കയറുക, അതിലൂടെ എന്താ പറയുക, നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിശ്വാസ വഞ്ചനകൾ ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ അവരുമായിട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓക്കെ അവർ ശരിയല്ല, ഓക്കെ ഞാനും നിങ്ങളും, അതായത് ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ കണക്ഷന് മറ്റുള്ളവർ ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ശരിയല്ല, അപ്പൊ അവരുള്ളത് കൊണ്ടാണ് ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പേഴ്സൺ ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എന്താ പറയാ, ഒരു അതിരി വെക്കുക, അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ മറ്റുള്ളവരെ നിർത്തുക. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രണയബന്ധത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും കൊണ്ടുവരാതിരിക്കുക. ഇതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പേഴ്സന്റെ ഒരു മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ പവിത്രമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത മാത്രമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ട്രാവൽ ആണ് കാണിക്കുന്നത്. കാരണം അധികം വൈകാതെ തന്നെ ഈ വ്യക്തി നിങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു ജില്ലയിലെങ്കിലും ഈ പേഴ്സൺ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഈ വ്യക്തിക്ക് സമയമില്ലായിരുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ബോധേഡ് അല്ലായിരുന്നു, നിങ്ങൾ പല വിധത്തിലും ഈ പേഴ്സണോട് വാണിംഗ് കൊടുത്തു, പല സൂചനകൾ നൽകി, പല രീതിയിലും നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, നമ്മുടെ കണക്ഷൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല,
കുറച്ചും കൂടി ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് വെറുതെ ആയി പോകും എന്നുള്ള രീതിയിൽ നിങ്ങൾ പല വിധത്തിലും ഈ പേഴ്സണോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വരാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, കണക്ട് ചെയ്യണം, നിങ്ങളുടെ മനസ്സറിയണം, ഈ പ്രണയബന്ധം കുറച്ചും കൂടി ശക്തിപ്പെടുത്തണം, മറ്റൊരു ലെവലിലേക്ക്, കുറച്ച് ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരു വലിയൊരു പുഴയുണ്ട്. അപ്പോൾ ആ ഒരു പുഴ കടക്കണം, എന്നാൽ മാത്രമേ അത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ ഡെയിലി കാണുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള അകൽച്ചയായിരിക്കാം. അതായത് ഈ പേഴ്സൺ വേറെ സ്ഥലത്ത്, നിങ്ങൾ വേറെ സ്ഥലത്ത്. അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള അകൽച്ചേനെയാണ് പിന്നെ പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ഒരു അകൽച്ചയാണെങ്കിലും ആ ഒരു അകൽച്ചയും കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ഇടം പിടിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ അതായത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. ഈ പേഴ്സണ് കുറച്ചധികം തെറ്റായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ആ ഒരു മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അത് കംപ്ലീറ്റ്ലി നുണയായിരുന്നു, പക്ക നുണയായിരുന്നു. പക്ഷെ അത് ഈ പേഴ്സൺ വിശ്വസിക്കുകയും അത് നിങ്ങളോട് ചോദ്യം ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്ത് നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അത് മണ്ടത്തരമാണെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അത് മണ്ടത്തരമാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്നത്, തെറ്റായ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്, അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതെല്ലാം ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റിയാലിറ്റി ചെക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. ഈ പേഴ്സൺ ഏറ്റവും നല്ലൊരു റണ്ണറായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് എന്ന് പറയാനോ ഈ പേഴ്സൺ തയ്യാറായിട്ടില്ല. ഓക്കെ, ഈ പേഴ്സൺ ആ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് പകരം ദൂരേക്ക് ഓടിപ്പോകും. ദൂരേക്ക് ഓടിപ്പോവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കുമ്പോൾ, ഈ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കണ സമയത്ത് മനസ്സ് തുറക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ അത് അപ്പം തന്നെ ഷട്ട് ഡൗൺ ചെയ്തു പോകും. അതായത് അപ്പം തന്നെ ആ ഒരു ചാറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്, ആ സംസാരം പെട്ടെന്ന് നിർത്തി വെച്ചിട്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. ചിലപ്പോൾ നിങ്ങളെ ഗെറ്റ് ലോസ്റ്റ് പറയും, ഗുഡ് ബൈ പറയും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. സോ അതിപ്പോൾ നിർത്തിയിരിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ കാര്യം? പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. ഒരിക്കലും ആ പ്രശ്നങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു റിയാലിറ്റി ചെക്കിലേക്കാണ്, ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫാന്റസി വേൾഡോ സ്വപ്നലോകമോ അതൊന്നുമല്ല, ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.